ഒരു വശത്ത് അദ്ദേഹം താരിഫ് ഉയർത്തും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൻ്റെ ആശങ്കയിൽ ലോകത്ത് റിസഷൻ വരുമോ എന്നൊക്കെ ആളുകൾ ഭയപ്പെടുന്നു. ഓഹരി വിപണി കൂപ്പുകുത്തുന്നു. ഇങ്ങനെയുള്ള വലിയ കയോസ് ഉണ്ടാകുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഇന്നലെ രാവിലെ, അതായത് അമേരിക്കൻ ടൈം ഇന്നലെ രാവിലെ അദ്ദേഹം ഈ താരിഫിൽ നിന്ന് പിന്മാറുകയാണ്. ഒട്ടുമിക്ക രാജ്യങ്ങൾ ചൈനയ്ക്ക് എതിരെയുള്ള താരിഫ് 125% ഉയർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം അതിൽ നിന്ന് പിന്മാറി 10% ബേസ് താരിഫാക്കി നിലനിർത്തുകയാണ്. അതിന് തൊട്ട് മുമ്പ് ഏതാണ്ട് 2 മണിക്കൂർ മുമ്പ് അദ്ദേഹം ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്. ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു ബൈ എന്ന് പറഞ്ഞിട്ടൊരു ഒറ്റ ഒരു ട്വീറ്റ്. എന്താണ് അർത്ഥം? അതായത് അദ്ദേഹം മണിക്കൂറുകൾക്കകം ഈ താരിഫ് പിൻവലിക്കാൻ പോകുന്നു. അതിന് 2 മണിക്കൂർ മുമ്പ് അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നു, ദിസ് ഈസ് ബെസ്റ്റ് ടൈം ടു ബൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് മൊത്തം ഇടിഞ്ഞ് നിൽക്കുകയാണ്. സ്റ്റോക്ക് മൊത്തം ഇടിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ ഓഹരി വാങ്ങിക്കോളൂ എന്ന മെസ്സേജാണ് കൊടുക്കുന്നത്. ഓഹരി വാങ്ങിക്കോളൂ. നമ്മൾ കാണുന്നത് എന്താ? ഇദ്ദേഹം താരിഫ് പിൻവലിച്ച ഉടനെ തന്നെ ഓഹരി വിപണി കുതിച്ചു വരുന്നു. അപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ അമേരിക്കയിൽ വലിയ തോതിലുള്ള രൂക്ഷമായ വിമർശനം, അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്വേഷണം നടത്തും എന്ന് കോൺഗ്രസ് അംഗങ്ങൾ തന്നെ പറയുകയാണ്. ഞങ്ങൾ അന്വേഷിക്കുക, അവർക്ക് അന്വേഷിക്കാനുള്ള റൈറ്റ് ഉണ്ട്, ഞങ്ങൾ അന്വേഷിക്കാൻ പോവുകയാണ്. എന്താ കാര്യം? ഇത് ഒരു ഇൻസൈഡ് ജോബായിരുന്നു, ഒരു ഇൻസൈഡ് ട്രേഡായിരുന്നു എന്നൊക്കെ അവർക്ക് സംശയമുണ്ട്. കാരണം ഞാൻ താരിഫ് പിൻവലിക്കാൻ പോവുകയാണെന്ന് ട്രംപിന് ബന്ധമുള്ള ആളോട് മെസ്സേജ് കൊടുത്താൽ പോരെ? ട്രംപിന് പരിചയമുള്ള മെസ്സേജ് കൊടുത്താൽ അവർ മൊത്തം സ്റ്റോക്ക് വാങ്ങിക്കൂട്ടും. വൻ ലാഭം, വൻ കൊള്ള നടക്കും അവിടെ. അതായത് സ്റ്റോക്ക് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം അത് വലിയ തോതിൽ പ്രശ്നമായിരിക്കുകയാണ്. ഇന്നലെ അമേരിക്കൻ കോൺഗ്രസ്സിൽ ഈ ട്രംപിൻ്റെ ഒരു ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്, വാണിജ്യ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളെ, ഇയാളുടെ ഈ ഹിയറിംഗ് ഉണ്ടായിരുന്നു. അതിൽ ചോദിക്കുന്നുണ്ട്, ഇത് ഒരു കോൺഗ്രസ് അംഗം ചോദിക്കുകയാണ് അദ്ദേഹത്തോട്, ഇത് സ്റ്റോക്ക് മാനിപ്പുലേഷൻ അല്ലാതെ മറ്റെന്താണ്? അദ്ദേഹത്തിന് ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഗ്രില്ലിയാണ് യഥാർത്ഥത്തിൽ, അക്ഷരാർത്ഥത്തിൽ ഗ്രില്ലിയാണ് ഇരുത്തിക്കൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനി ഇതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കുമോ? അതായത് ഇപ്പോൾ അദ്ദേഹം മെയ് വരെ മറ്റാണ് നീട്ടിയുള്ളതെന്ന് തോന്നുന്നു. മെയ് വരെ നീട്ടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇവിടെ ട്രംപിന് വാദിക്കുന്ന ഒരു കാര്യം, ഇത് നെഗോഷിയേഷന് വേണ്ടിയാണ്. അതായത് വലിയൊരു ത്രെറ്റ് മുന്നിൽ വയ്ക്കുക, എന്നിട്ട് മറ്റുള്ളവരെ മുട്ടിൽ വരുത്തുക, അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക. പക്ഷേ ഇതേ ട്രംപ് തന്നെ പറയും, ഇത് നെഗോഷിയേഷൻ അല്ല എന്ന് പറയും. ഞങ്ങൾ എന്നത്തേക്കുമായി താരിഫ് ഉയർത്തുന്നതാണ്, ഇത് നെഗോഷിയേഷൻ അല്ല എന്ന് പറയും. അതേസമയം ട്രംപിൻ്റെ കൂടെയുള്ള ഇത് നെഗോഷിയേഷൻ ആണെന്ന് പറയും. ഇതിൽ ആരെന്ത് വിശ്വസിക്കും? അപ്പോൾ ഇത് മൊത്തത്തിലൊരു കയോട്ടിക് സിറ്റുവേഷനാണ് ഉണ്ടാക്കുന്നത് എന്ന് അമേരിക്കയിൽ ബഹുഭൂരിഭാഗം ഇപ്പോൾ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പ്യൂ റിസർച്ച് കഴിഞ്ഞ ദിവസത്തെ അവരുടെ സർവേ ഉണ്ട്. ഈ ട്രംപ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഈ ട്രേഡ് വാർ ഉൾപ്പെടെ വിദേശ നയം ഉൾപ്പെടെ 3 കാര്യങ്ങളാണ് അവർ അന്വേഷിച്ചത്. ഒന്ന് ചൈനയുമായിട്ടുള്ള ട്രേഡ് വാർ, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് വാർ, താരിഫ് യുദ്ധം. മറ്റൊന്ന് ഗസ ഏറ്റെടുക്കൽ, ഗ്രീൻലാൻഡ് ഏറ്റെടുക്കൽ. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. ബഹുഭൂരിഭാഗം ആളുകൾക്കും ഈ ട്രംപ് പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഗസ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ബഹുഭൂരിഭാഗം അമേരിക്കക്കാരും എതിരാണ്. ഇതെന്ത് പൊട്ടത്തരാണ് ഇദ്ദേഹം പറയുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള എതിർപ്പുണ്ട്. എന്ത് കാര്യത്തിന്, എന്തിനു വേണ്ടിയെന്നാണ് അവർ ചോദിക്കുന്നത്. ഇനി താരിഫ് വാറിനെ കുറിച്ച്, താരിഫ് വാർ ഏതെങ്കിലും അർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഗുണമാവുമോ? ഇപ്പോൾ ചൈന ട്രോൾ വീഡിയോസ് ഇറക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ താരിഫ് വാറിന് ശേഷം ഇപ്പം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നാണല്ലോ പറയുക. അപ്പോൾ അമേരിക്കയിലേക്ക് കൂടുതൽ ഉൽപ്പാദനം കൊണ്ടുവരിക, കമ്പനികളൊക്കെ അവിടെ തുടങ്ങുക, അവിടെ നിന്ന് ഉൽപ്പാദനം നടത്തുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ലക്ഷ്യം. അവർ ഒബീസായിട്ടുള്ള കുറച്ച് അമേരിക്കക്കാർ എന്താണ് വസ്ത്രങ്ങൾ തുന്നുന്നതും ഷൂവിന് ലേസ് കെട്ടുന്നത്, അതായത് ഇലോൺ മസ്കും ട്രംപും ഷൂ ഉണ്ടാക്കണം, ഷൂവിന് ലേസ് കെട്ടുന്ന വീഡിയോ ഒക്കെ അവർ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെക്കൊണ്ട് പറ്റില്ല, നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല എന്നാണ് ചൈന പറയുന്നത്. പക്ഷേ ചൈന റിട്ടാലിയേറ്റ് ചെയ്യുമ്പോൾ പോലും ചൈനയ്ക്കും ഇത് തിരിച്ചടിയാവുന്നുണ്ട് ഒരർത്ഥത്തിൽ. കാരണം വെച്ചാൽ ഇതൊരു ഗ്ലോബൽ കയോസാണ്. എങ്ങനെയാണെങ്കിലും എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ അമേരിക്കയെ മാത്രമല്ല ബാധിക്കുക, ചൈനയെ ബാധിക്കും, ഇന്ത്യയെ ബാധിക്കും, എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. ഇനി മറ്റൊന്ന്, ഇത് നെഗോഷിയേഷനിലേക്ക് പോകുകയാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇനിയുള്ള മെയ് വരെയുള്ള സമയത്ത് ട്രംപ് എന്നൊരു വൃത്തികെട്ട വാക്ക് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ രാജ്യങ്ങളൊക്കെ എൻ്റെ പുറകെ നടക്കുകയാണ് നെഗോഷിയേഷന് വേണ്ടി എന്നാണ്. ഓക്കെ, അത് സമ്മതിക്കുക. അപ്പോൾ ഇന്ത്യ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം. ഇപ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾ ഒക്കെ ഇതിനുവേണ്ടി ശ്രമിക്കുകയാണെന്ന് ഇരിക്കട്ടെ. ഇനി എന്താണ് നെഗോഷിയേറ്റ് ചെയ്യുക? നെഗോഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങളുടെ താരിഫ് കുറയ്ക്കണം. ഇപ്പോൾ ഇന്ത്യ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് വലിയ താരിഫുള്ള രാജ്യമാണ്. നമ്മൾ താരിഫ് കിങ് ആണ് എന്നാണ് പറയുന്നത്. ട്രംപ് തന്നെ മോദിയെ മുൻനിർത്തി പറഞ്ഞതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹാർലി ഡേവിഡ്സൻ്റെ ഇവിടുത്തെ വില അറിയാം നമുക്ക്. ഐഫോണിന് നമ്മൾ എത്ര വില കൊടുക്കേണ്ടി വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ താരിഫ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഉൽപ്പാദനത്തെയാണ് അത് ബാധിക്കുക, ഇന്ത്യൻ ഉൽപ്പാദനത്തെ ബാധിക്കും. അപ്പോൾ ഇത് ആർക്കാണ് ഇത് ഗുണം ചെയ്യുക? അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുന്നതാണോ? ഇന്ത്യക്കും ജപ്പാനും സൗത്ത് കൊറിയയ്ക്കും ഗുണം ചെയ്യുന്നതാണോ? കാനഡയ്ക്ക് ഗുണം ചെയ്യുന്നതാണോ? ഇതൊരു വലിയ കയോസിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ട്രംപ് ഡീലിൻ്റെ ആളാണ്, ഡീൽ നടത്തിയെല്ലാം റെഡിയാക്കും, അതിനുള്ള ഗട്ട്സ് അദ്ദേഹത്തിനുണ്ടെന്ന് പറയും. പക്ഷേ ഈ ഡീൽ നടത്തണമെങ്കിൽ ഒരു വിസ്ഡം വേണ്ടേ സികേഷേ?
ഞാൻ ഒരാളെ ഭീഷണിപ്പെടുത്തി ഒരു കാര്യത്തിൽ നിർബന്ധിച്ച് ഒരു ഡീലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് അതിനുള്ള ഇൻ്റലിജൻസും വിസ്ഡവും വേണം. അതായത് ഭൂമി കച്ചവടവും കാളക്കച്ചവടം പോലെയല്ല ഡിപ്ലോമസിയും സ്റ്റേറ്റ്സ്മാൻഷിപ്പും എന്ന് പറയുന്നത്. അത് നമുക്ക് തോന്നും പോലെ ചെയ്യാൻ കഴിയില്ല. കാരണം തോന്നും പോലെ ചെയ്തിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് മനുഷ്യർ തമ്മിലുള്ള ബന്ധം വഷളാവുന്നത് പോലെ തന്നെയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധവും വഷളാവുന്നത്. അത് ചെറിയ ചില ജസ്റ്റർ, ചെറിയൊരു ബിഹേവിയർ. ഇപ്പോൾ ഞാനും സിഗേഷും തമ്മിൽ നല്ല സൗഹൃദമുണ്ട്. എൻ്റെ ഏതെങ്കിലും ഒരു പെരുമാറ്റം സിഗേഷിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നമ്മളുള്ള ബന്ധത്തെ വഷളാക്കും എന്നതുപോലെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് പെരുമാറുന്നു ഈ മനുഷ്യർ തമ്മിലുള്ള ബന്ധം പോലെ തന്നെയാണ്. അത് പിന്നീട് അത് കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കും. അവിശ്വാസം രൂപപ്പെടും. അതാണ് പ്രധാനം. ഇപ്പോൾ അമേരിക്കയുടെ എല്ലാം എന്താണ് പറയുക, സാമ്രാജ്യത്വ രാഷ്ട്രീയം, സാമ്രാജ്യത്വ ശൈലി, ഇതൊക്കെ വിമർശനാത്മകമായി നിലനിൽക്കെ തന്നെ അമേരിക്ക എന്ന രാജ്യത്തിന് ലോകത്തുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അതൊരു വലിയ ഡെമോക്രസിയാണ്, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. അതുപോലെ അവർക്കൊരു നിർണായകമായ സ്വാധീനം ലോകരാഷ്ട്രീയത്തിലുണ്ട്. ഇത് മുഴുവൻ കളഞ്ഞു കുളിക്കുകയാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന ട്രംപ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയെ ലോകരാഷ്ട്രീയത്തിൽ ഒരു തരത്തിലും സ്വാധീനമില്ലാത്ത ഒരു നിർണായക ശക്തി അല്ലാതാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് അമേരിക്കൻ ജനത എപ്പോൾ തിരിച്ചറിയുമെന്നുള്ളതാണ് പ്രശ്നം. കാരണം ഇത് അടിപൊളിയാണെന്ന് പറഞ്ഞ് കൈയടിക്കാൻ നമ്മുടെ രാജ്യത്തെ കാണുന്ന പോലെ അവിടെയും ആളുകളുണ്ട് എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരേ ഒരു കരുത്ത്. അത് തിരിച്ചറിയുന്ന നിമിഷം ട്രംപ് വീഴും.